വിഴിഞ്ഞത്ത് ഒരു തുറമുഖം നിർമ്മിക്കണമെന്ന ആലോചന തുടങ്ങിയത് തിരുവിതാംകൂർ ഭരണകാലത്താണ്. രാജഭരണകാലത്താണ് ഈ പദ്ധതിയെക്കുറിച്ച് ആലോചന തുടങ്ങിയത്. ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരായിരുന്നു ഒരു നൂറ്റാണ്ട് മുമ്പ് ആ തീരുമാനം എടുത്തത്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിനുണ്ടായ അനിശ്ചിതത്വങ്ങളിൽ തുറമുഖം എന്ന സ്വപ്നം നടക്കാതെ പോയി. കിഴക്ക് ചൊവ്വരക്കോടിയിൽ നിന്നും പടിഞ്ഞാറ് വിഴിഞ്ഞം മുനമ്പത്തു നിന്നും തുറമുഖം നിർമ്മിക്കാനായിരുന്നു അന്ന് വിഭാവനം ചെയ്തിരുന്നത്. അതിനൊക്കെയുള്ള സർവേയും തുടങ്ങി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തുറമുഖം നിർമ്മിക്കാനുള്ള ആലോചനയും സജീവമായിരുന്നു. പക്ഷേ യുദ്ധാനന്തരം ആ നീക്കം ഉപേക്ഷിച്ചു. 1947 മത്സ്യബന്ധന തുറമുഖമാക്കാനുള്ള ജോലി തുടങ്ങി. എന്നാൽ തിരുക്കൊച്ചി സംയോജനത്തോടെ ആ പദ്ധതിയും മുടങ്ങി. 1955-57 CR ജൂക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളെക്കുറിച്ച് സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കി. 62 അന്നത്തെ കേന്ദ്രമന്ത്രി SK പാട്ടീൽ തുറമുഖ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു. പിന്നീട് വെട്ടിച്ചുരുക്കി ഇന്നു കാണുന്ന മത്സ്യബന്ധന തുറമുഖമാക്കുകയായിരുന്നു. K. കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖ മന്ത്രിയായിരുന്ന MB രാഘവനാണ് പദ്ധതി പുനരുജ്ജീവിപ്പിച്ചത്. 95 കുമാർ എനർജി കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. തുടർന്ന് വന്ന നായനാർ സർക്കാർ തുറമുഖത്തിനൊപ്പം താപവൈദ്യുത നിലയവും സ്ഥാപിക്കുന്ന പദ്ധതി തയ്യാറാക്കി കരാർ ഒപ്പിട്ടു. അടുത്ത UDF സർക്കാർ കുമാർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടെങ്കിലും മറുപടി കിട്ടാതായതോടെ കരാർ റദ്ദായി. 2013 പിന്നീട് പദ്ധതിക്ക് ജീവൻ വെച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദാനി പോർട്സിന്റെ ടെൻഡർ സർക്കാർ സ്വീകരിച്ചു. തുടർന്ന് ഒരേ സമയം പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തും തീരമേഖലയിലും ഉയർന്ന പ്രതിഷേധങ്ങളെ നയപരമായി കൈകാര്യം ചെയ്ത് അദാനിയെ വിഴിഞ്ഞത്തെത്തിച്ചു ഉമ്മൻചാണ്ടി. അങ്ങനെ 2015 ഡിസംബർ 5 തുറമുഖത്തിന് തറക്കല്ലിട്ടു. ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പിണറായി സർക്കാരിന്റെ വാഗ്ദാനം. കടൽക്ഷോഭം, മോശം കാലാവസ്ഥ, സമരം, കരിങ്കല്ല് ക്ഷാമം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിർമ്മാണം നീണ്ടു. എന്തു പ്രതിസന്ധി വന്നാലും പദ്ധതി പൂർത്തിയാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് തടസ്സങ്ങളെ അകറ്റി. തീരവാസികളുടെ സമരം, കല്ലിന്റെയും മറ്റ് നിർമ്മാണ വസ്തുക്കളുടെയും ക്ഷാമം നേരിട്ടപ്പോഴും അവ എത്തിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു. VGF അനുവദിക്കുന്നതിൽ സംസ്ഥാനം കേന്ദ്രത്തിന് വഴങ്ങുകയും ചെയ്തു. ഗ്രാൻഡായി പണം നൽകണമെന്ന ആവശ്യം കേന്ദ്രം നിരസിച്ചതോടെയാണ് വഴങ്ങിയത്. ഒടുവിൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ അത് തങ്ങളുടെ നേട്ടമാണെന്ന് ഉയർത്തിക്കാട്ടുകയാണ് മൂന്ന് മുന്നണികളും. പിതൃത്വം ആരെ ഏറ്റെടുത്താലും അതിലൂടെ രാജ്യത്തിനുണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക മുന്നേറ്റം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. വിഴിഞ്ഞത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.